കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി പ്രിയപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ അവർകൾ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ശശി തരൂർ എം പി അവർകൾ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർകൾ, പ്രവാസി സമ്മാൻ പുരസ്കാര ജേതാവ് KG ബാബുരാജ്, ശ്രീ IB സുധീഷ് MLA, വേദിയിലുള്ള ശ്രീ ആവണി ശ്രീകണ്ഠൻ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ തുടങ്ങി അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഈ മഹാസന്നിധിയിൽ 137ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന മുഴുവൻ വിശ്വാസികളെയും പൊതുജനങ്ങളെയും എല്ലാം ഞാൻ സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. 1888 കടന്നു പോകുന്ന കലണ്ടറിലെ കേവലമായ ഒരു വർഷം മാത്രമല്ല, അതൊരു മഹാവിപ്ലവത്തിൻ്റെ വർഷപ്പെരുമയുടെ പേരാണ് 1888. 1888 ചരിത്രം എടുത്തുയർത്തുന്നത് ഇവിടെ ഈ പുഴയിൽ നിന്ന് മുങ്ങി നിവർന്നെഴുന്നേറ്റ് ഇവിടെ ഗുരു പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ്, ശിവപ്രതിഷ്ഠയാണ്. ഞാൻ ആ പ്രതിഷ്ഠയുടെ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയവരെല്ലാം സംസാരിച്ചു. പക്ഷെ ഞാൻ ആ സന്ദർഭത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടുള്ള ഗുരുവിൻ്റെ പ്രതികരണത്തിലാണ് എൻ്റെ സംസാരം ആരംഭിക്കണമെന്ന് കരുതുന്നത്. അന്നുവരെ നിലനിന്നിരുന്ന എല്ലാ ക്ഷേത്രാചാരങ്ങളെയും പ്രതിഷ്ഠയെ സംബന്ധിക്കുന്ന ക്രിയകളെയും അങ്ങനെ എഴുതി വച്ചിരുന്ന എല്ലാറ്റിനെയും കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമായി തോന്നാമെങ്കിലും അന്ന് ഒട്ടുമേ എളുപ്പമല്ലാത്ത അസാധാരണമായ ധീരതയുള്ളൊരു കാര്യമായിരുന്നു ഗുരു ചെയ്തത്. എങ്ങനെ നിനക്കിത് സാധിച്ചു എന്ന് ചോദിച്ചു. ഇവിടെ ശ്രീ ശശി തരൂർ അത് പറഞ്ഞു. ഇതെങ്ങനെ നിനക്ക് സാധിക്കും? ഇങ്ങനെയാണോ പ്രതിഷ്ഠ നടത്തേണ്ടത്? അതിന് ഗുരുവിൻ്റെ മറുപടി, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നതിനൊപ്പം ഇവിടെ ഈ പുണ്യഭൂമിയിൽ നിന്ന്, ഇവിടെ ഈ ചരിത്രഭൂമിയിൽ നിന്ന് ഗുരു പറഞ്ഞ നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന് പറഞ്ഞതിൽ ഈ രണ്ടു കാര്യത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു കാര്യം. നേരത്തെ ഇവിടെ ശുഭാനന്ദ സ്വാമി പറഞ്ഞു, മനുഷ്യ കേന്ദ്രീകൃതമാണ്, മനുഷ്യത്വമാണ്, മികച്ച മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള സ്വപ്നം അതിലുണ്ട്, മനുഷ്യർ തമ്മിലുള്ള സാമ്യതയുടെയും സമത്വത്തിൻ്റെയും സമത്വസുന്ദരമായ ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം അതിലുണ്ട്. പക്ഷേ അതിലുപരി യുക്തിബോധം അതിൽ തിളങ്ങി നിൽപ്പുണ്ട്. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്. നിങ്ങൾ ആരുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെന്ന് പറയാനുള്ള കരുത്ത്, ഉൾക്കരുത്ത് യുക്തിബോധത്തിൽ നിന്ന് ഉൾച്ചേർന്ന് വരുന്നതാണ്. അദ്ദേഹം അതിന്റെ തുടർച്ചയിലാണ് ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ശാസ്ത്രമേളകൾ, ശാസ്ത്ര പ്രദർശനങ്ങൾ അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസം മാത്രമല്ല, കേവലമായ വിദ്യാഭ്യാസം മാത്രമല്ല, മറിച്ച് യുക്തിഭദ്രതയോടെ ഓരോ പ്രശ്നത്തെയും സമീപിക്കാനും പുതിയൊരു തലമുറയുടെ മനസ്സിൽ ശാസ്ത്രാവബോധത്തിന് വിത്തുപാകാനും മഹാനായ ഗുരു ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് അങ്ങേയറ്റം മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു. നമുക്ക് ഗുരുവിൻ്റെ ആ വെളിച്ചം ഗുരുവിൽ ഒതുങ്ങിയില്ല, ചുറ്റിലും നിന്നവരിലെല്ലാം പകർന്നു. എങ്ങനെയാണ് ആധുനിക മലയാള സാഹിത്യം പിറക്കുന്നത്? മലയാള സാഹിത്യത്തിന്റെ ആധുനിക ദർശനങ്ങളിൽ പ്രധാനിയായിരുന്ന പ്രയോക്താക്കളിൽ, ആധുനികതയുടെ പ്രയോക്താക്കളിൽ പ്രധാനിയായിരുന്നു കുമാരനാശാൻ. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ശ്രീ ഭൂവിലസ്ഥിര പറഞ്ഞു. ദുരവസ്ഥയിൽ കുമാരനാശാൻ പറയുന്നത്, ഞാൻ ദാഹനീർ ചോദിച്ചു വരുമ്പോൾ തൊണ്ട വരണ്ടു പോകുന്ന എനിക്ക് നീ ദാഹജലം തരൂ. ഞാൻ ജാതിയല്ല, നിന്നിലെ ജാതിയല്ല അന്വേഷിക്കുന്നത്, എൻ്റെ നീരാണ് ഞാൻ അന്വേഷിക്കുന്നത്, കുടിനീരാണ് അന്വേഷിക്കുന്നത്. അന്നത് കവിതയിലെ വിപ്ലവമായിരുന്നു. മനുഷ്യനെ കുറിച്ച് ആരും പറയാതിരുന്ന കാലത്ത്, മനുഷ്യന്റെ വേദനയെ കുറിച്ച്, വിശപ്പിനെ കുറിച്ച്, അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ ദുരവസ്ഥയെ കുറിച്ച് ആരും സംസാരിക്കാതിരിക്കുന്ന ഒരു കാലത്ത് കുമാരനാശാന് തൂലിക ചലിപ്പിക്കാൻ ആ ദിശയിൽ സാധിച്ചത് അങ്ങനെയായിരുന്നു. നോക്കൂ, സഹോദരൻ അയ്യപ്പൻ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് വിളിച്ചു പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ.
പൽപ്പു വിദ്യാഭ്യാസത്തിന്റെയും ആ കാലഘട്ടത്തിൽ ഗുരുവിനാൽ കടന്നുപോയ, ഗുരുവിന്റെ പ്രഭ നേരിട്ട് ഏറ്റുവാങ്ങിയ, ഗുരുവിന്റെ ജീവിതത്തെ അരികിൽ നിന്ന് കണ്ടറിഞ്ഞ മനുഷ്യരുടെ എല്ലാം ജീവിതം നോക്കൂ, അവരുടെ കർമ്മം നോക്കൂ, അവരുടെ മേഖലകൾ നോക്കൂ. അവിടെയെല്ലാം മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം യുക്തിബോധം തിളങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. ആധുനിക കാലത്ത് നമ്മൾ ഈ രാജ്യവും ലോകവും ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി, ഒരു മന്ത്രമായി ഇവിടെ ഈ കുറിച്ചിട്ടിരിക്കുന്ന പദത്തെ നമുക്ക് ലോകത്തിന് സമ്മാനിക്കാൻ കഴിയുമല്ലോ. ലോകത്ത് നോക്കൂ, കുടിയേറ്റങ്ങൾ, പ്രശ്നങ്ങൾ, നാടുകടത്തലുകൾ, കാൽച്ചങ്ങലകൾ, കൈച്ചങ്ങലകൾ, വെറുപ്പ്, വിദ്വേഷം. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാം അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുന്നത് ഇത്രമാത്രം മതിയല്ലോ. ജാതി ഭേദമില്ലാത്ത, മതവിദ്വേഷമില്ലാത്ത ഒരു നാട് നമുക്ക് സ്വപ്നം കാണണം. അത് പടുത്തുയർത്തണം. അത് എവിടെ വരെ എത്തി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും ആത്മവിമർശനങ്ങൾ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദീർഘമായ യാത്രകളാണ് ഇതെല്ലാം. ഏതെങ്കിലും ഒരു ദിവസം അവസാനിക്കുന്നല്ല. ആ യാത്രയിലെ വെളിച്ചമാണ് ഗുരുവിനെ പോലുള്ള ഏറ്റവും പ്രമുഖരായ ആളുകൾ, ഏറ്റവും അങ്ങനെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മനുഷ്യരുടെ യാത്രകളെല്ലാം അങ്ങനെയായിരുന്നു. ആരണ്യാന്തര ഗഹ്വരേതര തപസ്ഥാനങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാ സാരം തേടിയലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകൾ ആറ്റുനൊറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമ ഗാനലഹരി ഹർഷാഞ്ചിതാത്മക്കളായി സർഗസംഗീതത്തിൽ വയലാർ കുറിച്ചിടുന്ന വരികളുണ്ട്. അത് ഇന്നലകളിലെ യാത്രകളായിരുന്നു, അറിവ് തേടിയുള്ള യാത്രകൾ. ആ യാത്രകളുടെ തുടർച്ചയിലാണ് പിന്നെയും പിന്നെയും ഇതുപോലുള്ള ഭ്രാന്തദർശിത്വങ്ങൾ പിറന്നത്, നവോത്ഥാന നായകരുണ്ടായത്, നവോത്ഥാന കാലഘട്ടം വന്നത്. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ യാത്രകൾ 1000 കാതങ്ങൾ പിന്നിട്ടൊരു യാത്രയാരംഭിക്കുന്നത് ആദ്യത്തെ ഒരു ചെറിയ ചുവടിൽ നിന്നാണ്. നമ്മളെല്ലാം ആ യാത്ര തുടരുന്നവരാണ്. നമ്മളെ തന്നെ എപ്പോഴും സ്ക്രൂട്ടിനി ചെയ്യുകയും നമ്മളെ തന്നെ പരിശോധിക്കുകയും നമ്മിലെ തന്നെ തെറ്റുകൾ ഇല്ലാതാവുകയും ചുറ്റുപാടുകളുടെ തെറ്റുകൾ മാറ്റുന്നതിനും നിരന്തരമായി ശ്രമിക്കുകയും നിരന്തരമായി അതിനുവേണ്ടി സ്വയം സംസ്കരണത്തിനും സമൂഹത്തിന്റെ സംസ്കരണത്തിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാനും ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ ഉപകരിക്കപ്പെടും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഗുരു വളരെ പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുരുവിന്റെ ഒരു പ്രവർത്തന പാത പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സോഷ്യൽ സ്പേസുകളെ ക്രിയേറ്റ് ചെയ്യലായിരുന്നു. ഗുരു ഇവിടെ പറഞ്ഞതാണല്ലോ, ജാതിയില്ലാതെ മതമില്ലാതെ എല്ലാവർക്കും വന്നിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, സമ്പത്തിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വന്നിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. ആധുനിക കാലത്ത് ഇവിടെ സമീപകാലത്ത് ചില ക്രൈമുകളെ കുറിച്ച്, നമ്മൾ ഞെട്ടൽ മാറാത്ത വാർത്തകളെ കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് അതിന് മറുപരുന്നതാണ്, അതിനെന്താണ് ഒറ്റമൂലി, എന്താണ് അതിനെ കോമ്പാറ്റ് ചെയ്യാനുള്ള വഴി എന്താണ്? സോഷ്യൽ സ്പേസുകളാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ കഴിഞ്ഞ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ പുതിയൊരു പദം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പദമാണത്. ഒരു പുതിയ പദമാണ്, അതിനു മുമ്പ് ആ പദം ഉണ്ടായിരുന്നില്ല. ആ പദം ബ്രെയിൻ ഡ്രോട്ട് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഇക്കഴിഞ്ഞ വർഷത്തെ പദം. എന്താ ബ്രെയിൻ ഡ്രോട്ട്? BRAINDROT. ബ്രെയിൻ ഡ്രോട്ട് കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നെ കാണിക്കാൻ എളുപ്പമാണ്. മൊബൈൽ ഫോൺ എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? സ്ക്രീൻ ടൈമിന് അഡിക്റ്റായി പോകുന്ന മനുഷ്യരുടെ കുറിച്ചുള്ള ഉപയോഗിക്കുന്ന വേർഡാണ്. ആ അവസ്ഥയെ ഉപയോഗിക്കുന്ന ബ്രെയിനിന്റെ സ്ക്രീൻ ടൈമിൽ മാത്രം നമ്മളെപ്പോഴും നോക്കിയില്ലേ? ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, ഹോം. കുറച്ചു കാലങ്ങൾക്കും പുറത്തിറങ്ങിയ ഒരു സിനിമ, ഇന്ദ്രൻസ് നായകനായ ഒരു സിനിമ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. വീട്ടിനുള്ളിൽ നിങ്ങൾ എത്ര പേർ മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്? യാത്രകളിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടോ? സോഷ്യലൈസേഷൻ പരമാവധി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പുതിയ കാലം. ഇനി ഇതിനേക്കാൾ കൂടുതൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന, ശാസ്ത്ര സാങ്കേതിക വിദ്യ കൂടുതൽ ഉയരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ടത്? ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കാനാകില്ല, ടെക്നോളജിയെ ആശ്രയിക്കാതിരിക്കാനാകില്ല, കണ്ണടയ്ക്കാനാകില്ല. പക്ഷേ ടെക്നോളജിയെ ആശ്രയിക്കുമ്പോഴും സോഷ്യൽ സ്പേസുകളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ കഴിയണം. പരസ്പരം മനുഷ്യർ സംസാരിക്കുന്ന ഇടങ്ങൾ ഉണ്ടാകണം, ഇടകലരുന്ന ഇടങ്ങൾ ഉണ്ടാകണം. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കടമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത്? ഇന്ന് രാവിലെ ഞാൻ കേട്ട വാർത്ത, നമ്മുടെ ജില്ലയിലെ 10 വയസ്സുള്ളൊരു